ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ഏകാദശി വ്രത മാഹാത്മ്യത്തെക്കുറിച്ച് അറിയാം. ഏകാദശി വ്രതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ മഹത്വം എന്താണെന്ന് പറയാറുണ്ടായിരുന്നു. എങ്കിലും ഏകാദശി വ്രതം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കേണ്ടത് എന്തുകൊണ്ടാണ്, ആ ദിവസങ്ങളിൽ ഗുരുവായൂരിലെത്തേണ്ടത് എന്തുകൊണ്ടാണ്, എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും മറ്റൊരു വ്രതത്തോട് താതാത്മ്യമില്ലാത്തതുമായ വ്രതമാണ് ഏകാദശി വ്രതം. ഈ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയുവാൻ നാരദ മഹർഷി ഒരിക്കൽ കൈലാസ പർവ്വതത്തിൽ ശ്രീ മഹാദേവനും പാർവതി ദേവിയും സന്നിഹിതരായിരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ തൻ്റെ ആഗമന ഉദ്ദേശം നാരദ മഹർഷി കൈലാസാധിപതിയായ മഹാദേവനോട് അരുളി ചെയ്യുന്നു. മഹാദേവൻ അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ നിവൃത്തി വരുത്തുന്നു. കൃതയുഗത്തിൽ മുരൻ എന്നൊരു മഹാ അസുരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസുരീയ ഭാവം കൊണ്ട് എല്ലാ ലോകങ്ങളും നശിപ്പിച്ച് എല്ലായിടവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ദേവലോകത്ത് ദേവന്മാർക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുകയും ദേവലോകം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ ദേവന്മാർ ശരണാഗതി അടയുന്നു. ഭഗവാൻ മുരൻ എന്ന അസുരനുമായി 10,000 സംവത്സരങ്ങൾ യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ അസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി. അപ്പോഴും ആ അസുരനെ പരാജയപ്പെടുത്തുവാൻ കഴിയാതെ അദ്ദേഹം ഒരു ക്ഷീണം ഭാവിച്ച് ബദരിയിലേക്ക് പോവുകയും അവിടെ ഒരു സിംഹാവതി എന്ന് പറയുന്ന ഒരു ഗുഹയിൽ അദ്ദേഹം യോഗനിദ്രയിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാനെ അന്വേഷിച്ചു വന്ന ഈ മുരാസുരൻ ഭഗവാൻ യോഗനിദ്ര കൊള്ളുന്ന ഗുഹയിലേക്ക് പ്രവേശിക്കുകയും യോഗനിദ്രയിൽ ഇരിക്കുന്ന ഭഗവാനെ തൻ്റെ കയ്യിലിരിക്കുന്ന വാൾ ഉപയോഗിച്ച് വധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാൾ ഓങ്ങുന്ന അവസരത്തിൽ ഭഗവാന്റെ തിരുശരീരത്തിൽ നിന്നും സുന്ദരിയായ ഒരു കന്യക ദിവ്യമായ ആയുധങ്ങളോടുകൂടി ആവിർഭവിച്ചു വന്ന് മുരനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന മുരാസുരൻ്റെ നേരെ ദേവി ഒരു ഹുങ്കാര ശബ്ദത്തോട് ആഞ്ഞെടുക്കുകയും ദേവിയുടെ ആ ദിവ്യമായ ശക്തിയിൽ, ആ ഹുങ്കാര ശബ്ദത്തിൽ മുരാസുരൻ വെറും ഭസ്മമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണു ഭഗവാൻ ഇതെല്ലാം തൻ്റെ ആ ഉണർവിൽ അദ്ദേഹം മനസ്സിലാക്കുകയും ദേവിയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതൊരു ഏകാദശി ദിവസമായിരുന്നു ദേവിയുടെ ആവിർഭാവം. അപ്പോൾ ദേവിയോട് എന്ത് വരം വേണമാണ് എന്ന് ആവശ്യപ്പെടുമ്പോൾ ദേവി പറയുന്നു, ഇന്നത്തെ ദിവസം ഈ ദിവസം അങ്ങയെ ആരാധിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ പരമമായ ആ ഒരു അനുഗ്രഹം കൊടുക്കണം എന്ന് ദേവി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശീർവചനം ചെയ്യുന്നു. അതൊരു ഏകാദശി ദിവസമായിരുന്നു ദേവിയുടെ ആവിർഭാവം. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ദേവിയെ ആചരിക്കുന്ന ഏവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം കിട്ടുന്നത്. അപ്പോൾ ദേവി ഭഗവാന്റെ തിരുശരീരത്തിൽ നിന്നും ആ തിരുമേനിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഏകാദശി ദേവി. ഏകാദശി ദിവസം പിറവി കൊണ്ടതുകൊണ്ട് ഏകാദശി എന്ന് ഭഗവാൻ നാമകരണം ചെയ്തതാണ്. ആ ദിവസം ആരും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഭഗവാന്റെയും ദേവിയുടെ അനുഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി മറ്റൊരു ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട മറ്റൊരു മാഹാത്മ്യം പറയുന്നത് ഗോവർദ്ധന പൂജയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ദേവേന്ദ്രനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഗോവർദ്ധന പൂജ ചെയ്തുകൊണ്ടിരുന്ന യാദവ വംശത്തെ ഭഗവാൻ വിലക്കുകയും ഗോവർദ്ധനഗിരിയെ പൂജിക്കുന്നത് വഴി നമ്മുടെ കന്നുകാലികൾക്കും മറ്റ് നമ്മുടെ ഈ കൃഷിക്കും മറ്റുള്ള എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. നാം പൂജിക്കേണ്ടത് ഗോവർദ്ധനത്തെയാണ്, ദേവേന്ദ്രനെ അല്ല എന്ന് ഭഗവാൻ പറഞ്ഞ് അങ്ങനെ ഗോവർദ്ധന പൂജ ചെയ്യുന്നതിൽ ദേഷ്യം കൊണ്ട ദേവേന്ദ്രൻ എന്ത് ചെയ്തു, അവിടെ
ഗോവർദ്ധനഗിരി അടക്കമുള്ള എല്ലാ സ്ഥലവും വൃന്ദാവനം മുഴുവൻ കുത്തിയൊലിച്ചു പോകുന്ന വിധത്തിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയുള്ള മഹാപ്രളയം ആരംഭിച്ചു. മഹാമാരി ചൊരിഞ്ഞു നിന്നു. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ച് വൃന്ദാവനവാസികളായ ആ യാദവർ, ആ വിശുദ്ധരായ മനുഷ്യർ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിന്നപ്പോൾ ഭഗവാൻ ശരണാഗതരായ ആ ഭക്തരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിമിഷാർത്ഥം കൊണ്ട് തൻ്റെ പെരുവിരൽ ഉയർത്തി ഗോവർദ്ധനത്തെ ഉയർത്തി അതിൻ്റെ കീഴിൽ അതൊരു കുടയായി പിടിച്ചുകൊണ്ട് ആ വൃന്ദാവന നിവാസികളെ രക്ഷിച്ച കഥ നമുക്ക് ഭാഗവതത്തിൽ അറിയാമല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ ദേവേന്ദ്രൻ എത്ര ശക്തമായ മാരി ദിവസങ്ങളോളം ചൊരിഞ്ഞുവെങ്കിലും വൃന്ദാവനത്തെ രക്ഷിക്കുവാൻ ഭഗവാൻ തയ്യാറാവുകയും ഭഗവാന്റെ ആ അപാരമായ ശക്തി വിശേഷത്തിൽ ദേവേന്ദ്രൻ തൻ്റെ ആ ദർപ്പം അടക്കി വന്ന് ഭഗവാന്റെ കമലങ്ങളിൽ താണു വീണ് പാദനമസ്കാരം ചെയ്ത് മാപ്പിരന്ന് ഭഗവാനെ താണുമണങ്ങി ഈ ദിവസവും ഒരു വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമായിരുന്നു. അങ്ങനെ യദുകുലനാഥനായ ആ ഗോകുലനാഥനെ ദേവേന്ദ്രൻ ആരാധിക്കുന്നത് ആണ്ടുതോറും ഈ ദിവസമാണ്, വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസം. ആ ദിവസം ഗുരുവായൂരപ്പനെ കാണുവാൻ വേണ്ടി എല്ലാ വർഷവും ദേവേന്ദ്രൻ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തുമെന്നും വിശ്വസിക്കുന്നു. മറ്റൊന്ന്, ഏകാദശിയുമായി ബന്ധപ്പെട്ട മറ്റൊരു മാഹാത്മ്യ ചരിതം പറയുന്നത്, വാതരോഗഗ്രസ്തനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 100 ദിവസങ്ങൾ ഭജനമിരുന്ന് ഭഗവാന് നാരായണീയം രചിച്ച് സമർപ്പിച്ച ദിവസവും ഒരു ഏകാദശി ദിവസമായിരുന്നു. അതിൻ്റെ ഫലമായി വാതരോഗം പൂർണ്ണമായി മേൽപ്പത്തൂരിന് പരിഹരിക്കപ്പെടുകയും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഗുരുവായൂരപ്പനെ സമസ്താപരാധം ക്ഷമിക്കുവാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഭഗവാന്റെ ഭക്തനായി, പരമഭക്തനായി, പണ്ഡിതനായി അറിയപ്പെടുകയും ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ, ആദിശങ്കരാചാര്യർ നാരദ മഹർഷിയുമായി ഈ ഗഗനത്തിൽ അന്തരീക്ഷചാരിയായി ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് നാരദ മഹർഷി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങുകയാണ്, ശങ്കരൻ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ വിശേഷമെന്ന് ശ്രീ ശങ്കരൻ നാരദ മഹർഷിയോട് ചോദിക്കുമ്പോൾ, ഇന്ന് ഇവിടെ ഏകാദശി വ്രതമാണ്, ഏകാദശി മാഹാത്മ്യമാണ്, ഞാനിവിടെ ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ അവിടെ ഇറങ്ങുന്നില്ല. ഞാൻ അദ്വൈത സിദ്ധാന്തങ്ങൾ, അദ്വൈതം എന്ന ആ അനുഭവം, ആ തത്വം നേടിയ പണ്ഡിതനായ ഞാൻ, എല്ലാ അറിവും നേടിയ ഞാൻ എന്തിനാണ് ഇനിയും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി വ്രതമൊക്കെ സാധാരണ മനുഷ്യരെ അനുഷ്ഠിക്കേണ്ടതല്ലേ, ഇതിലൊക്കെ ഞാൻ എന്തിനു പങ്കെടുക്കുന്നു എന്ന ഒരു മാനസിക ഭാവത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഭാവിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീ ശങ്കരൻ്റെ ശരീരത്തിന് വല്ലാത്ത വേദനയും വിവശതയും അനുഭവപ്പെടുകയും പൊടുന്നനെ ആ ക്ഷേത്രത്തിലേക്ക് പതിക്കുകയും ചെയ്യുകയാണ്. ഭഗവാൻ ശങ്കരാചാര്യരെ അവിടേക്ക് നിബന്ധിപ്പിച്ചു. അങ്ങനെ ഭഗവാന്റെ സന്നിധിയിലേക്ക് വീണ ശങ്കരാചാര്യർ ഭഗവാന്റെ തത്വമറിയുകയും ആ ഏകാദശിയുടെ മാഹാത്മ്യമറിയുകയും ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ സർവ്വ തെറ്റുകളും ക്ഷമിച്ചുകൊണ്ട് കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹം തൻ്റെ മേൽ പതിക്കുന്നതും അറിഞ്ഞ് ശ്രീ ശങ്കരാചാര്യർ ഗദ്ഗദകണ്ഠനായി ഭഗവാന്റെ പത്മപാദങ്ങളിൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സർവാപരാധങ്ങളും പൊറുക്കുവാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവാൻ പറയുകയാണ്, ഭക്തരെ ഇന്ന് ഈ ഏകാദശി വ്രതം നോക്കുന്ന, അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യർ നോക്കുമ്പോൾ ആ തിരുസന്നിധിയിൽ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഭഗവത് രൂപത്തിൽ തന്നെ ശംഖചക്ര ഗദാപത്മധാരികളായി കാണുകയാണ്. അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് ഇത്രയും അത്ഭുതവും അതിലുപരിയായി ഭഗവാൻ തൻ്റെ പ്രജകളോട്, തൻ്റെ ഭക്തരോട് കാണിക്കുന്ന ആ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ കരുണയുടെയൊക്കെ ഏറ്റവും വലിയ അനുഭവം ശ്രീ ശങ്കരാചാര്യർക്കുണ്ടാകുന്നത്. അപ്പോൾ
അങ്ങനെ ഭഗവാൻ ശങ്കരാചാര്യരുടെ ആ പ്രാർത്ഥനയിൽ ശങ്കരാചാര്യരോട് പറയുന്ന ആ പ്രാർത്ഥനയിൽ സംപ്രീതനായി. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ശീവേലിയുടെ മൂന്നാമത്തെ പ്രദക്ഷിണമാകുമ്പോൾ വടക്കേ നടപ്പുരയുടെ ആ പ്രദക്ഷിണ പാതയുടെ മുകളിലായി ഇപ്പോഴും ആ ശങ്കരാചാര്യർ വന്ന് നിബന്ധിച്ച ആ ദ്വാരമുണ്ട്. അവിടെ ഈ മൂന്നാമത്തെ ശീവേലി പ്രദക്ഷിണമാകുമ്പോൾ അവിടെ വരുമ്പോൾ ഈ വാദ്യഘോഷങ്ങളൊക്കെ ഒന്ന് നിർത്തി ഒരു വന്ദിക്കുന്ന ഭാവത്തിൽ വാദ്യം ഇങ്ങനെ കൊട്ടുന്ന ഒരു പതിവുണ്ട് ഇപ്പോഴും. അപ്പോൾ ശരണാഗതി അടയുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ നൽകുന്ന സ്നേഹവും കാരുണ്യവും എല്ലാം ആ അറിഞ്ഞ ഗുരുവായൂരപ്പൻ്റെ മഹത്വത്തെ വാഴ്ത്തി അപരാധങ്ങളെല്ലാം പൊറുക്കണേ എന്ന് ശ്രീ ശങ്കരാചാര്യർ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ്, കലിയുഗത്തിൽ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളെ എല്ലാം രക്ഷിക്കാനല്ലേ ശങ്കര ഞാനിവിടെ ഈ ക്ഷേത്രത്തിൽ അവതാരം ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര ദർശനങ്ങളും ഉത്സവവും ആഘോഷങ്ങളും കഥാശ്രവണങ്ങളും പാരായണങ്ങളും എല്ലാം ഭക്തി സ്വരൂപങ്ങളായിട്ടുള്ള ചടങ്ങുകളാണ്. ശുഷ്കമായ ജ്ഞാനം മാത്രം നേടിയാൽ ഭക്തിയില്ലാത്ത ആ ഒരു ജ്ഞാനം കൊണ്ട് എന്താണ് ശങ്കര ഒരു നേട്ടം എന്ന് ഭഗവാൻ ചോദിക്കുന്നു. അപ്പോൾ ജ്ഞാനം ഭക്തിയില്ലാത്ത ശുഷ്കമായി പോയി കഴിഞ്ഞാൽ ജ്ഞാനം നേടി എന്ന അവസ്ഥയിരുന്നാലും ജ്ഞാനികൾക്ക് ഭക്തി ഇല്ലെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് യാതൊരു കഴിവും അല്ലെങ്കിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് ശങ്കരാചാര്യരോട് ഭഗവാൻ പറയുകയാണ്, ഭഗവാൻ ഉണർത്തിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഭഗവത് കഥാശ്രവണങ്ങളും പാരായണങ്ങളും കീർത്തനങ്ങളും എല്ലാം ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ് ശങ്കര എന്ന് ഭഗവാൻ ശങ്കരാചാര്യരോട് പറയുന്നു. ഇതൊക്കെ നിസ്സാരമായി അവഗണിച്ച് ശങ്കരനെ പോലെയുള്ള മഹാന്മാർ കടന്നുപോയാൽ അങ്ങേ ആണ് മറ്റുള്ളവർ ഇനിയും ഈ ലോകത്ത് അനുകരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലെ കലി ബാധിച്ച ജനങ്ങൾ ഇതൊക്കെ നിസ്സാരമായി കണ്ട് അവരെല്ലാം വഴി പിഴച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരാനിടയുണ്ട് ശങ്കരൻ ഇതിനെ നിഷേധിച്ചു പോയാൽ. അപ്പോൾ കലിയുഗത്തിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവർക്ക് രക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു വാഴുന്നത്. അപ്പോൾ എന്നെ അറിയുന്ന, എന്നെ ദർശിക്കുന്ന, എൻ്റെ അനുഭവം ലഭിക്കുന്ന ഭക്തർക്ക് ഈ കലി ബാധയിൽ നിന്ന് രക്ഷ കിട്ടുമെന്നാണ് ഭഗവാൻ ശങ്കരാചാര്യരോട് പറയുന്നത്. ശങ്കരനെ പോലെയുള്ളവർ എന്തു പറയുന്നുവോ അതായിരിക്കും അടുത്ത തലമുറകൾ കേൾക്കുകയും അംഗീകരിക്കുകയും അതുപോലെ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലയോ ശങ്കര, അങ്ങ് പൂജാവിധികൾ ഇവിടെ 41 ദിവസം ഭജനമിരിക്കണം. എൻ്റെ ഭജനയുടെ വൈഭവം ലോകത്തെ അറിയിക്കുവാനായി ശങ്കരൻ ഇവിടെ 41 ദിവസം ഭജനമിരിക്കണം. അതുപോലെ തന്നെ ഒരു കാലത്തും കോട്ടം തട്ടാത്ത വിധത്തിൽ പൂജാവിധികൾ കൃത്യമായി ഇവിടെ താമസിച്ച് നടപ്പിലാക്കണം. ഏകാദശി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ വിശേഷ വിധിയായി ഉദയാസ്തമന പൂജാവിധികളോടെ വേണം ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നടത്തേണ്ടത്. ഇതെല്ലാം ശങ്കരൻ കൃത്യമായി ഇവിടെ പൂജാവിധികളെല്ലാം അനുഷ്ഠിപ്പിച്ചതിന് ശേഷമേ ഇവിടെ നിന്ന് പോകുവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീ ശങ്കരാചാര്യർ ഗുരുവായൂരപ്പൻ്റെ ആ ശാസനം ശിരസ വഹിച്ച് 41 ദിവസം അവിടെ ഭജനമിരുന്ന് അവിടുത്തെ പൂജാവിധികളും നടപടിക്രമങ്ങളും എല്ലാം പുനരായി ഏർപ്പാട് ചെയ്ത് എല്ലാം ഇപ്പോഴും ശ്രീ ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ആചാരവിധികളോടുകൂടിയാണ് എല്ലാം ഇപ്പോഴും നടപ്പിലാകുന്നത്. അപ്പോൾ ആചാര്യസ്വാമികളുടെ ആ ആജ്ഞാനുസാരണമാണ് ഇപ്പോഴും പൂജാവിധികൾ അവിടെ നടപ്പിലാകുന്നത്. ഇനിയും മറ്റൊരു കാര്യം ശ്രീ വില്വമംഗലം സ്വാമിയാരെ കുറിച്ചുള്ളതാണ്. വില്വമംഗലം സ്വാമിയാർ ഒരു ഏകാദശി ദിവസം ഭഗവത് ദർശനത്തിന് വേണ്ടി ഗുരുവായൂർ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടെ വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ഭഗവാനെ തൊഴുന്നത് കണ്ടപ്പോൾ സ്വാമിക്ക് വല്ലാതെ ദുഃഖം തോന്നി. ഭഗവാന്റെ ഈ തിരുസന്നിധിയിൽ ഇത്രയും വൃത്തിഹീനരായിട്ടുള്ള മനുഷ്യരൊക്കെ വന്ന് ശുദ്ധിയില്ലായ്മയോടെ കൂടെ തൊഴുന്നത് ശരിയാണോ എന്ന
ചിന്തയോടുകൂടി ഭഗവാനോട് അങ്ങനെ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ തിരിച്ച് മറുപടി കൊടുത്തു, വില്യമംഗലം അവരുടെ അശുദ്ധി അവരുടെ അശുദ്ധിയാണോ അവർക്ക് ശുദ്ധിയാണോ എന്ന് അവിടുന്ന് എന്നെ തൊട്ടുകൊണ്ട് അവരെ ഒന്ന് എന്നെ സ്പർശിച്ചുകൊണ്ട് നോക്കിയാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ സ്പർശിച്ചുകൊണ്ട് വില്യമംഗലം സ്വാമിയാർ നോക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് മഞ്ജുളാൽ വരെയുള്ള അത്രയും ദൂരെ വരെയുള്ള ഭഗവാനെ തൊഴാൻ വന്നു നിൽക്കുന്ന ഭക്തരെല്ലാം ചതുർബാഹു സ്വരൂപങ്ങളായി, ശംഖചക്ര ഗദാധാരികളായി ചതുർബാഹു സ്വരൂപമായ വിഷ്ണു രൂപങ്ങളായിട്ടാണ് വില്യമംഗലത്തിന് തോന്നിയത്. അപ്പോൾ വില്യമംഗലം സ്വാമിയാർ തൻ്റെ തെറ്റ് തിരുത്തുന്നു. അങ്ങനെ ആ ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഓരോ ഭക്തനും ഭഗവാൻ ശ്രീലകത്തു നിന്ന് ഇറങ്ങി വന്ന് സർവ്വ അനുഗ്രഹങ്ങളും കൊടുത്ത് ആ വിഷ്ണു സാരൂപ്യം കൊടുക്കും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ ശ്രേഷ്ഠമായ ഏകാദശി ദിവസങ്ങൾ, ആ ഏകാദശി കാലങ്ങൾ പോലും ശ്രേഷ്ഠമാണ്. അത് സ്ഥിരമായി നമുക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. മറ്റെല്ലാ വ്രതങ്ങളും പോലെ അല്ല എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏകാദശി വ്രതം എന്ന് പറയുന്നത് ഭഗവാനെ നമുക്ക് സ്വന്തമാക്കാൻ കിട്ടുന്ന ദിവസങ്ങളാണ്. നമുക്ക് എത്രയും നാമജപം നടത്തിയിട്ടും എത്രയൊക്കെ ക്ഷേത്ര ആരാധന നടത്തിയിട്ടും പൂജാവിധികൾ ചെയ്തിട്ടും നമ്മൾ നിരന്തരം നിഷ്ഠയോടുകൂടി ആരാധനയൊക്കെ ചെയ്തിട്ടും നമുക്ക് നമ്മളിൽ ഇരിക്കുന്ന അഷ്ടരാഗങ്ങൾ മാറുന്നില്ല. ഭഗവാനും ഞാനും രണ്ടാണെന്നുള്ള ഒരു ബോധം, സമഭാവനയില്ലാത്തൊരവസ്ഥ, അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹങ്ങൾക്കൊക്കെ ഒരു